അത് കഴിഞ്ഞു എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയിട്ട് മലയാളി പങ്കുകൊണ്ട് തിരിഞ്ഞു വരണം ആഘോഷിക്കുകയാണ്. കുറേയധികം നല്ല മഹാജ്ഞാനികളുടെയും ധീരജവാന്മാരുടെയും ശ്രമഫലമായിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം ലഭിച്ചത്. ഈ സ്വാതന്ത്ര്യം കൊണ്ടാടുന്നത് പോലെ തന്നെ അവരെയും നമ്മൾ ഈ സമയത്ത് സ്മരിക്കേണ്ടതാണ്. കൂടുതലായിട്ട് സംസാരിക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് തലമുതിർന്ന കാണവന്മാർ ഇവിടെ അതിനെപ്പറ്റി സംസാരിക്കാൻ ഇവിടെയുണ്ട്. അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്നിപ്പോൾ 100 രൂപ കൊടുത്താലും ഒരു കുറവ് കിട്ടാൻ നന്നായി. അതാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വില കൂടിയിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തിൻ്റെയാണ് ഈ വിലകളുടെ അവരുടെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ആരുടെ അടിമയല്ല, പക്ഷേ എന്നാൽ ഒരാളുടെ അടിമയാണ്. ആ അടിമ സാക്ഷാൽ മഹാ ഈശ്വരൻ തന്നെയാണ് എന്നൊരു സങ്കല്പം നമ്മളുടെ മനസ്സിലുണ്ടാവുക. വേറെ ആരും അതിനെപ്പറ്റി പോയി ചിന്തിക്കാനില്ല. തൽക്കാലം ഞാൻ നിർത്തിയിട്ട് നമസ്കാരം. കഷ്ടപ്പാട് ദുരിതങ്ങളൊന്നുമില്ല. കുടുംബം എന്ന ആ ഒരു എന്താ പറയുക കോൺസെപ്റ്റ് തന്നെ നമ്മളിൽ നിന്ന് ഇല്ലാതെയായിരിക്കണം. പണ്ട് കൂട്ടുകുടുംബം ഒരുപാട് സ്നേഹം. ഒരു ഓണം വരുമ്പോഴേ എന്തൊരു സന്തോഷമാണ്. ഇന്ന് ആ ഓണം വരുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വിഭവസമൃദ്ധമായ സദ്യയും വിഭവസമൃദ്ധമായ ആഹാരങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും ഇല്ലായ്മ എന്നുള്ളതില്ല. കുട്ടികൾക്ക് ധാരാളമാണ് കിട്ടുന്നത്, എല്ലാവർക്കും, കുട്ടികൾക്കെന്നല്ല. അപ്പോൾ നമുക്ക് ആ സ്വാതന്ത്ര്യത്തിൻ്റെ വില ആസ്വദിക്കാൻ കഴിയുന്നില്ല. ശരിക്കും ഇല്ലായ്മ കാലത്തും പഴയ കാലങ്ങളിലാണ് ആ സ്വാതന്ത്ര്യത്തിൻ്റെ വില നമ്മൾ അറിഞ്ഞിരുന്നത്. ഇപ്പോൾ സ്വാതന്ത്ര്യമല്ല. ഇന്ന് നമ്മളുടെ ഈ കുഞ്ഞുങ്ങളെ ഒരു 5 മിനിറ്റ് ഒരു മുറ്റത്ത് നടപ്പ് മോശമാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടികൾ ആണെങ്കിലും എല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾ സൂക്ഷിക്കുക, നമ്മളുടെ കരുത്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. സന്ദർഭമാണ്. എന്തെങ്കിലും 2 സ്വാതന്ത്ര്യ ദിനാശംസകൾ കരയോട്ടിൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും വിദ്യാർത്ഥിൻ്റെ പേരിലും ആഘോഷിക്കുന്ന എല്ലാവർക്കും രക്ഷസഭയുടെ പേരിലും എല്ലാവരുടെ പേരിലും അഭിനന്ദനം.